അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നൊരു പുതിയ ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഓഷൻ ഈസ് ഹോം 2 ആണ്. ഇതാണ് നമ്മുടെ വീട്. ഇതൊരു സർവൈവൽ ഗെയിമാണ്. ഇതിൻ്റെ വേറൊന്നുണ്ട്, ഓഷൻ ഈസ് ഹോം സർവൈവൽ. ഇന്നത്തൊക്കെ കയറാൻ പറ്റുമോ? ഇന്നത്തൊന്നും കയറാൻ പറ്റത്തില്ല. ടോപ്പണാക്കാൻ പറ്റുമോ? പിന്നെ ഡ്രിങ്ക് കുടിക്കാനൊക്കെ പറ്റും. യെസ്, വാട്ടർ ലെവൽ ഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ട് വരാം. ഇതാണ് നമ്മുടെ വണ്ടി. ഞാനൊന്ന് കളിച്ചായിരുന്നേ. അല്ലേ ഇപ്പം നമ്മുടെ വണ്ടി ആ ഒരു സൈഡ് ഭാഗത്തായിട്ടായിരുന്നു കിടക്കേണ്ടത്. പെട്രോള് കുറവാണ്. ഫസ്റ്റ് നമുക്ക് എവിടെ പോകണം? നമുക്ക് ആദ്യം തന്നെ കടയിൽ പോകാം. കടയിൽ പോയിട്ട് നിർത്തിയിട്ട് ഇറങ്ങി. എന്നിട്ട് കഥകളൊക്കെ തുറന്നിട്ടത്. ചേട്ടാ ഒരു പരിപ്പൂട, തൻ്റെ കടയിൽ ഇതൊന്നും ഇല്ലേ? എന്താ നമുക്കിത് വാങ്ങാം. ഒരെണ്ണം നമുക്ക് ഒരെണ്ണത്തിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 74 രൂപയാണേ. ഷാർക്ക് ഇറച്ചിയെന്ന് തോന്നുന്നു. പാഴ്സലത്തില്ല, ഈ വഞ്ചിലപ്പോൾ എടുത്ത് തന്നാലേ പണി പാടില്ല. ഇതിനകത്ത് ATM ഉണ്ട്. ഞാൻ ATM ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരു ഫണ്ട് നേരത്തിലുള്ളത് ഞെക്കിയിട്ട് ഈ പൈസ എടുക്കാം. നമ്മുടെ ഈ ഒരു പൈസ ഇതിനകത്തുനിന്ന് പോകത്തുള്ളൂ. $1762 അതിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് ഡെപ്പോസിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് നോക്കും. ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു സംഭവം, ഇതാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത്. പൈസ കിട്ടണമെങ്കിൽ സംഭവമുണ്ട്. 17 രൂപ, 315 രൂപ. ഈ സംഭവം എന്ന് പറഞ്ഞാൽ സിറ്റി റെയിൽവേ സ്റ്റേഷൻ, അവിടെ കൊണ്ടുപോയി കൊടുക്കണം. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ സ്ഥലം കണ്ടു. ഇതൊരു കൂട്ട സംഭവമാണ്. അതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെടുത്തു. ഇതിൻ്റെ മേളിൽ പേര് കാണും. ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പിൻ്റെ ഇതിൽ നോക്കിയിട്ട് ഇതുണ്ട്. ഇങ്ങനത്തെ ഓരോ ഇതുണ്ട്. ഇതിലങ്ങ് ഞങ്ങൾ കണ്ടോ സിറ്റി മെയിൽ, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇതിനകത്തെ മാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ചെറുതും അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയും മാപ്പാണിത്. വെസ്റ്റ് ബീച്ച്, എയർപോർട്ട്, റോക്ക് ഗുഡ്, പേര് തന്നെ ഇരിക്കണം. ഇങ്ങനെ ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട്. ഫസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരുന്നു. അടുത്ത് നിന്നിട്ട് നമുക്ക് കാർ മാർക്കറ്റ് വരെ പോകുന്നുണ്ട്. എന്നിട്ട് ഗൈസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് കമൻറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കാറായിരിക്കും ഞാൻ എടുക്കാൻ വന്നത്. കൺട്രോൾ ചെയ്യാത്ത വണ്ടിയൊക്കെയാണ്. കുറച്ച് ദിവസം ഒഴിച്ച് ചെയ്യാത്ത തന്നെയായിരുന്നു വണ്ടി. തന്നെപ്പോഴാണ് ഫുള്ള് പോയ വണ്ടി. അങ്ങനെ അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഗെയിം ഇഷ്ടപ്പെട്ടു. ഞാനൊരു വട്ടം ഇത് കളിച്ച് നോക്കിയത്. മോട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റും. വളരെ ചിന്തിക്കണം. പക്ഷേ നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അല്ലേ എൻ്റെ ശരി? മോഷ്ടിച്ചത് തെറ്റല്ലേ? നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. 44,000 രൂപ. ഇത് കാറിന് ലോഗോ പോലും കാണുന്നില്ല. ഇങ്ങനെ പറഞ്ഞു തരാൻ. ഇതിന് 33. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണെന്ന് പറയണം ഗൈസ്. ഇത് BMW ആണെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ഇതൊക്കെ കണ്ടിട്ട് BMW, ബെൻസ്. ഇതിലല്ല, ഇത് അംബാസഡർ. എത്ര? 1800 രൂപ. അതായത് ഇവിടുത്തെ 1,08,000 അങ്ങനെയെങ്കിലും ആയിരിക്കും. എനിക്കതിൻ്റെ കറക്റ്റ് എനിക്ക് അറിഞ്ഞിട്ട്. ഇതാ പോടാ, ഇത് പേടിയാണ് കാറിനെ കണ്ടിട്ട്. ഞങ്ങാണ്ടക്കുന്നു $28,000. അത് 1000 ഒന്നുമല്ല, അത്
18,000. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഗൈസ്, ഇതിൽ ഏത് കാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഉണ്ടെങ്കിൽ അത് പറയാം. പൈസ ഉണ്ടെങ്കിൽ അതെടുക്കാം. എനിക്കൊരു കാർ എടുക്കണം. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു വാനിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്, സ്ഥലം. പിന്നെ ഗെയിമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ പമ്പ് വരെ ഇതോരോ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. മാർക്കറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ ട്രെയിൻ ഉണ്ട്. അതാ കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ഇത് വേറൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതാ മാർക്കറ്റ്. ആ ഒരു മാർക്കറ്റിൻ്റെ ഫോട്ടോയിൽ കാണുന്നത് നമുക്ക് ആ മാർക്കറ്റിൽ എന്തൊക്കെ നമുക്ക് തരാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാൻ പറ്റും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ടി വി ഒക്കെ ഉണ്ടല്ലോ, ഒരെണ്ണം വാങ്ങിയിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ. പെട്രോൾ പമ്പ് ഇവിടെ അടുത്തുള്ള അങ്ങനത്തെ പെട്രോൾ ഇവിടെ റൂട്ട് മാറി ഓടല്ലേ. ഇവിടെ നമ്മൾ ഓവർ ഡോറും എൻ്റെ ചേച്ചി വഴിയിൽ മാറി നിൽക്കണ്ട. ഞാൻ അടുത്ത വീഡിയോയിൽ ട്രെയിനിലൊക്കെ കയറുന്ന വീഡിയോ ഇതാണ്. റെയിൽവേ സ്റ്റേഷൻ. ഞാൻ തിരിച്ചു വരുന്ന വഴി റെയിൽവേ സ്റ്റേഷൻ കാണിച്ചിരുന്നു. റെയിൽവേ ട്രാക്ക് അയ്യോ കറക്റ്റ് ഞാൻ വണ്ടി നിർത്താൻ നോക്കിയിരിക്കുമായിരുന്നു. പൈസ അത് ജസ്റ്റ് ഒന്ന് പരസ്യം വരുന്നതാണ്. പെട്രോൾ കയറുന്നില്ലേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യം കയറി വരും. അങ്ങോട്ട് എടുത്ത് വെക്കുന്നിട്ട് റീഫില്ല് കുറച്ചേ ഉള്ളൂ. പെട്രോൾ പമ്പ് വരെ പോകാനുണ്ടായിരിക്കുമല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് കാണിച്ചത്. ചേട്ടാ ഞാൻ ഇതില്ലേ നേരെ കിട്ടിയാലോ വെള്ളം പോലും. ഇതാ പെട്രോൾ പമ്പ്. പെട്രോൾ അടിക്കുന്ന കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇത് പെട്രോൾ പമ്പ്. ഇതുണ്ട് ഇവിടെ ഒരു പപ്പിൻ്റെ ചിഹ്നം കണ്ട് അതിൽ നോക്കിയിട്ട് അങ്ങനെ അടിച്ചാൽ 1 ലിറ്റർ അടിക്കുന്നുള്ളൂ. ഇനി അല്ലാണ്ട് നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ പ്ലസ്സും ഉണ്ടല്ലോ, അത് കൊടുത്ത് മൈനസും കൊടുത്ത് നോക്കിയിട്ട് ഇവിടെ നിൽക്കാൻ മതി. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങാം. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ അടുത്ത കാണിക്കുന്നില്ല. നേരെ വീട്ടിലേക്ക് പോകണം. വീഡിയോ മറ്റുള്ള നോക്കുന്നില്ല. ജോലിയുടെ കാര്യവും ബാക്കിയെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഏത് വണ്ടിയാണോ ആ വണ്ടിയാണ്. ജോലിയും കാര്യങ്ങളും പിന്നെ ട്രെയിനിൽ കയറുന്നൊരു വീഡിയോയും കൂടെ നമുക്ക് അടുത്ത വീഡിയോ ഇടാം. അത് ഓവർ ലെങ്ത് ആയി കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. പിന്നെ ഒരു വീഡിയോയിലേക്ക് ഇടാം. നമുക്ക് ഇപ്പോൾ ഇനി വീട്ടിലേക്ക് പോകും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒത്തിരി ലോങ് ആക്കാൻ ശ്രമിക്കുന്നില്ല. പരമാവധി കുറച്ച് കൊണ്ടുപോയിട്ടിരിക്കുന്നു. എൻ്റെ പേടാ ഇന്ന് രാത്രിയാവട്ടെ. ഉറങ്ങുന്നതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. രാത്രി ആയാലേ കാണിച്ചു തരാൻ പറ്റും. നോക്കാം നമുക്ക്, അല്ലാണ്ട് ഉറക്കാവോ നോക്കാം. എന്താ കാര്യമുണ്ടോ പറ. നമുക്ക് ഈ ജനലൊക്കെ തുറക്കാൻ പറ്റും. എന്ത് പറയാൻ വിട്ടുപോയി. 6:35 ഉറങ്ങുന്ന കാണിച്ചത്. ഒരു ഹാൻഡിൽ ബട്ടണിലേക്ക് സ്ലീപ്പ് കൊടുക്കുക. പിന്നെ ഇപ്പോൾ രാത്രിയാവും തോന്നുന്നു. സ്ലീപ്പ് കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതിന് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ രാത്രിയും പകലൊക്കെ കഴിഞ്ഞു പോയി. ഒത്തിരി വട്ടം പറഞ്ഞില്ല, തലകർക്കം വല്ല വെള്ളക്കള്ളും ചാടും എനിക്ക് ഗൈസ്. നേരം വെളുത്തിങ്ങനെയാണ്. പിന്നെ നമുക്ക് ഒരു കൺട്രോളിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. നമുക്ക് ഇവിടെ ഒരു കരണ്ട് ഇല്ലേ, അതിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. അത് കൊടുത്ത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ വീടും ഗ്ലാസും കുറേ സംഭവങ്ങളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ എന്നത്തിനാവും? ഇതിവിടെ അടുത്തതുണ്ട്, ഇതൊന്നുമില്ലേ, ഒക്കെ വെച്ചേക്കണം. ഇതൊക്കെ എടുത്ത് വേണം നമുക്ക് പണി. ഇതാ വീട് പണിയേണ്ട ഒരു ഇതുണ്ട്. കാരണം ഇത് വെച്ച് തന്നെ വീട് പണിയുന്നത്. പക്ഷെ നമ്മൾ സാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങണം, പുറത്ത് കടയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ വഴിയെ ഇടാം. ഇതെന്നാ ടെമ്പിളോ? ഇതെന്നാ ചെടി വെക്കുന്നുണ്ട്? ഒന്നുമില്ലല്ലോ. മണ്ണിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചേക്കാം. കമ്പി വേലി. ഞാൻ എൻ്റെ ഫുട്ബോളൊന്നും കളിക്കുന്നില്ല. ഇവിടെ ഇവിടെയാണ്. ഇവിടെ ഇതെങ്ങനെ കളയാം? ഇവിടെയാണ്. അടുത്തത് ഈ ബോക്സിൻ്റെ ചിഹ്നമുണ്ടോ? ഇതിനൊക്കെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ക്രിസ്മസ് ട്രീ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേണ്ട. പിന്നെ ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതാ ഗെയിം സേവ് ചെയ്യാം. പിന്നെ മണി ഉണ്ട്. ഇതാണ് നിങ്ങൾക്ക് പൈസ കൊടുത്ത് ചെയ്യും. പക്ഷെ ഞാൻ ചെയ്യണമെന്ന് പറയുന്നില്ല, വെറുതെ എന്തിനാ പൈസ കളയുന്നത്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതിവിടെ നമ്മൾ വാങ്ങി ഫുഡൊക്കെ വാങ്ങാം. നമുക്കിത് പെട്രോൾ നമ്മൾ നേരത്തെ വാങ്ങി വരുന്നുണ്ട്, മെഡിക്കറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, 3 ഫുഡും ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതാണ് ഇത് ഈ ഒരു ചിഹ്നത്തിൻ്റെ ഇതുണ്ട്, അതാണ് നമുക്കിത് ചാടാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവം. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കിതിനകത്ത് ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞത്. വർക്ക് ചെയ്യേണ്ടത് മറ്റേ ഞാൻ അടുത്ത് പറഞ്ഞല്ലോ, അത് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇടാം. പിന്നെ ഇത് നമുക്ക് മുമ്പോട്ട് പുറകോട്ട് സൈഡിലേക്ക് ഇങ്ങോട്ട്. പിന്നെ ഇതൊരു മാപ്പാണ്. മാപ്പിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞല്ലോ. ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു സംഭവം. ഇതെനിക്കിത് ഇങ്ങനെ നമുക്ക് മാറുന്നതൊക്കെ കാണാം. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ. മറ്റൊരു വീഡിയോയിലേർക്കും സ്വാഗതം.